ഇവിടെ ഓരോ മീറ്റിങ്ങിന് വരുമ്പോഴും ഓരോ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോഴും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നാറുണ്ട്. കാരണം ഞാൻ എത്രയോ കൺവെൻഷനുകൾ കണ്ടിട്ടുള്ളതാണ്, പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇത്രയധികം സ്ത്രീകളെ കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷം. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ശ്രീമതി സരസു അവരൊരു കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോഴേക്കും വിളിക്കുന്നത് വേറെ സ്റ്റാഫൊന്നുമല്ല, മോദിജിയാണ്. അതിൽ ഓരോ സ്ത്രീകൾക്കും അഭിമാനിക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് കാരണം, ബാക്കിയുള്ള കാരണങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞോളാം. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് അധികം സമയമില്ല. മോദിജി എന്ന ആ ഒരു അത്ഭുതം, അത് തന്നെയാണ് കാരണം. ശ്രീ ദേവൻ പറഞ്ഞ മാതിരി നമുക്ക് ഓരോരുത്തർക്കും മോഡി ആവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ലോകത്ത് ഒരാളെ മോഡിയുള്ളൂ, അത് ശ്രീ നരേന്ദ്രമോദിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുയായി ആവാനേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ആലോചിക്കുകയായിരുന്നു, ഓടിയിരുന്നു അദ്ദേഹം ഈ പ്രായത്തിൽ എത്ര സ്ഥലത്താണ് ഓടുന്നത്. ഞാനിങ്ങനെ നോക്കി ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷീണമാണ്. അദ്ദേഹം ഈ പ്രായത്തിലും അത്രയധികം ഊർജ്ജസ്വലതയോടെയാണ് അദ്ദേഹം ഓടുന്നത്. അത് ആർക്കു വേണ്ടി? ഈ നാടിനു വേണ്ടി. അപ്പം ഞാൻ മുമ്പുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഉണ്ടായിരുന്നു, പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം എത്ര തവണ ഏറ്റവും അധികം കോൺഗ്രസിന് സീറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്ര പ്രാവശ്യം അദ്ദേഹം വന്നു? ഒക്കെ പോട്ടെ, അദ്ദേഹം ഈ 5 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് സ്വന്തം നിയോജകമണ്ഡലത്തിൽ? വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ കാട്ടാൻ അവിടെ ഇറങ്ങിയെന്ന് വയനാട്ടിൽ. കാരണം നമ്മൾ കാണുന്നതല്ലേ ടി വിയിൽ. അപ്പം അതുപോലെ തന്നെ ഇവിടെ പിന്നെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യം, LDFും BJPയും തമ്മിൽ ബന്ധമാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഭരണം ഒന്ന് എടുത്തു നോക്കൂ. ഈ ഭരണത്തിൽ എത്ര നേരം കോൺഗ്രസ്സുകാർ സമരം ചെയ്തിട്ടുണ്ട്? ഏത് സമരം വിജയിച്ചിട്ടുണ്ട്? കാരണം എന്താണെന്നറിയോ? ഉച്ചയ്ക്ക് വെയിൽ ഉദിക്കുമ്പോഴേക്കും എഴുന്നേറ്റ് പൊക്കോളണം എന്നാണ് ശ്രീ പിണറായി വിജയൻ്റെ ആജ്ഞ. അതനുസരിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഒരു ഫയല് പൊന്തും, ആ ഫയലിൽ എല്ലാം തീരും. അതുകൊണ്ട് പേടിച്ച് കോൺഗ്രസ്സുകാർ ഒരാളും ഒരു സമരത്തിനും പോയില്ല. എന്താ പറയണ്ട, എൻ്റെ പിതാവ് കണ്ട് പറയായിരുന്നു TV നോക്കിയിട്ട്, ഇവന്മാരൊക്കെ എന്തെങ്ങനെ, ഞങ്ങളൊക്കെ എത്ര ദിവസമാണ് ഈ വെയിലത്ത് ഇരിക്കാറ്, ഇത് വെയിൽ വരുമ്പോഴേക്കും ഇവരെണീറ്റ് പോകും. അപ്പം ഇതാണ് ശരിക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പം ഈ പാർട്ടിയിൽ തന്നെ എത്ര വനിതകൾക്ക് കൊടുത്തു? ആകെ രമ്യ ഹരിദാസ് അവർ MP ആയതുകൊണ്ട് കൊടുത്തു. ഇവിടെയാണെങ്കിൽ നല്ല പഠിപ്പുള്ള, ഞാൻ ശ്രീമതി സരസ്വൻ്റെയും ഇവരുടെ എല്ലാം എഡ്യൂക്കേഷൻ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. 5 വനിതകളെയാണ് ഇവർ രംഗത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും ബഹുമാനം കൊടുക്കുന്ന ഒരു പാർട്ടിയിൽ വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പം ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന്. അതെ, വളരെ സന്തോഷമാണ്. അവിടുത്തെ ചവിട്ടും കുത്തും കൊള്ളണ്ട, അപമാനം സഹിക്കേണ്ട, സമാധാനമായിട്ടൊരു ജീവിതമാണ് ഇനി എനിക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ, ഞാൻ തൃശ്ശൂരുകാരിയാണ്, ഇവിടെ എല്ലാവരും ചോദിക്കും താമര വിരിയോ 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 എന്ന്. എന്തത്ര സംശയം, ആദ്യത്തെ താമര വിരിയണത് തൃശ്ശൂരായിരിക്കും. അതെനിക്ക് വ്യക്തമായിട്ട് നന്നായിട്ട് അറിയാം.